അടിപൊളി ആഭ്യന്തര കുറ്റവാളി. ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ടൈറ്റിലാണ്. നമ്മൾ ആഭ്യന്തര കുറ്റവാളി നമ്മൾ കേൾക്കും അധോലോക നായകനാണ്. അധോലോക നായകനെന്നല്ല, നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന ഒരു ഈ ക്രൈമിനെ കുറിച്ചുള്ളതാണ് പറയുന്നത്. കാരണം സ്ത്രീ സമൂഹം എല്ലാ ആണുങ്ങളെ എല്ലാ പുരുഷന്മാരെയും തേജോവധം ചെയ്യാൻ നടക്കുന്ന വ്യക്തമായ ഐഡൻറ്റിറ്റിയോടുകൂടി നടക്കുന്ന ഒരു സ്ത്രീകൾക്കെതിരെയുള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷേ ഇത് സ്ത്രീകൾക്ക് എതിരെ എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും അല്ല, തെറ്റിദ്ധാരണയുടെ പുറത്ത് നടക്കുന്ന എല്ലാ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു സിനിമ തന്നെയാണ് ഇത്. ശരിക്കും പുരുഷന്മാരുടെ അവകാശ സിനിമയാണ് ഇത്. വ്യക്തമായൊരു വിവാദ സിനിമ തന്നെയാണ് ഈ സിനിമ. ബ്ലോക്ക് ബസ്റ്ററാണ്. എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും വ്യക്തമായി സിനിമ കണ്ടിരിക്കണം. ഇതൊരു അജണ്ടയോടുകൂടി എടുത്ത സിനിമ തന്നെയാണ്, വിവാദ സിനിമയാണ്. നല്ലൊരു സിനിമ കേട്ടോ. ഒരു കുടുംബത്തോടെ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ. ഇൻ്റർവ്യൂവിൽ ഒരു ചെറിയൊരു ക്രിഞ്ച് പോലെ തോന്നിയിരുന്നു, പക്ഷേ ഇൻ്റർവ്യൂവിൽ ഈ പടം ഉഗ്രനായിട്ടുണ്ട്. ആസിഫ് അലിയുടെ റേഞ്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി നല്ലൊരു കുടുംബമായിട്ട് വന്ന് കാണാൻ പറ്റിയൊരു നല്ല പടം. സ്ത്രീകൾക്കെതിരെയുള്ള ഒരു പടം. അതുകൊണ്ട് നമുക്കൊരു കുടുംബ കോടതി നടക്കുന്ന ഒരു ഇതാണിത്. അത് പിന്നെ പശ്ചാത്തലത്തിലൂടെ പോയവർക്കൊക്കെ അറിയാം. നല്ലൊരു സിനിമ കേട്ടോ. അപ്പൊ നിയമം കൂടി നമുക്ക് അനുകൂലമല്ലാതായുള്ള അവസ്ഥ ആലോചിച്ചു. മുതലെടുക്കുന്ന പല സ്ത്രീകളും അല്ല, ഒരു ന്യൂനപക്ഷം മുതലെടുക്കുന്നുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നേ ഇല്ല. ഒരു ന്യൂനപക്ഷം മുതലെടുക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമാണ് സ്ത്രീകളുടെ പ്രശ്നം. അത് വിചാരിക്കരുത്. അത്രേ ഉള്ളൂ. വളരെ നന്നായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സാണ്. അതേ അഭിപ്രായമുണ്ട്. നന്നായിട്ട് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. ഫാമിലിയായിട്ട് കാണാനൊക്കെ അടിപൊളിയാണ്. നല്ല അഭിനയമാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൂടിയുള്ള സിനിമയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള സിനിമയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ശരിക്കും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ അതിൽ തന്നെ നിന്നുകൊണ്ട് അതിനകത്ത് എന്താണ് അതിനകത്തെ തെറ്റ് എന്നുള്ളതിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളല്ലേ. നമുക്കൊരു കാര്യം നമ്മൾ സ്ത്രീധനം കൊടുക്കണ്ട എന്ന് പറയുമ്പോഴും 100 പവൻ എന്തിനു കൊടുക്കുന്നു? സ്ത്രീയാണ് ധനം. എല്ലാത്തിലും ഉപരി പരസ്പര സ്നേഹത്തിനും ബഹുമാനത്തിനും സഹവർത്തിത്വമാണ് വിവാഹം എന്ന് പറയുന്നത് അല്ലേ. ഈ നാട്ടിലെ നിയമത്തെ പറ്റി തീർച്ചയായിട്ടും സംസാരിക്കുന്നുണ്ട്. അതിൽ ജഗദീഷ് ചേട്ടൻ ചെയ്ത ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ആ ഓപ്പോസിറ്റ് വക്കീലും ചെയ്ത ക്യാരക്ടർ അദ്ദേഹം കുറച്ച് ജാടയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും പ്രിപ്പയർഡ് അല്ല.